കണ്ണൂരിൽ BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ CPM-നെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. അനീഷിനൊപ്പം SIR പ്രവർത്തനങ്ങൾക്ക് CPM അയച്ചത് മറ്റൊരു ബ്രാഞ്ച് സെക്രട്ടറി ചന്ദ്രനെയാണെന്ന് DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് ആരോപിച്ചു. പിന്നീട് പോയത് DYFI നേതാവ് പ്രമോദാണ്. കോൺഗ്രസിന്റെ BLA വരേണ്ടെന്നും CPM നിർബന്ധം പിടിച്ചതായി DCC അധ്യക്ഷൻ കുറ്റപ്പെടുത്തി. ശബ്ദ സന്ദേശങ്ങളും വാർത്താസമ്മേളനത്തിൽ പുറത്തുവിട്ടു. ജോലി സമ്മർദ്ദം മൂലമാണ് അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തതെന്ന കള്ളക്കഥയാണ് ഇതോടെ പൊളിഞ്ഞു വീഴുന്നത്. മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ഏറ്റുകുടുക്കയിൽ BLO ആയ അനീഷ് ജോർജിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ആ ആത്മഹത്യ SIR-ന്റെ തലയിലിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് CPM നേതൃത്വം നടത്തിയത്. SIR ഉണ്ടാക്കിയ സമ്മർദ്ദമാണ് അനീഷ് ജോർജിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടെന്ന വ്യാജ പ്രചരണം പാർട്ടി നേതൃത്വം തന്നെ ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രിയോടുകൂടി കണ്ണൂർ ജില്ലാ കലക്ടറുടെ വാർത്താക്കുറിപ്പ് വന്നപ്പോൾ ആ ആരോപണങ്ങളൊക്കെ പൊളിഞ്ഞെങ്കിലും അതിന് കൂടുതൽ ആധികാരികത വന്നത് ഇന്നാണ് ഈ അനീഷ് ജോർജും അദ്ദേഹം കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റായ വൈശാഖും തമ്മിൽ സംസാരിക്കുന്ന ഫോൺ റെക്കോർഡിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, അതായത് ഈ മരണപ്പെട്ട അനീഷ് ജോർജ് മരിക്കുന്നതിന് മുമ്പ് വൈശാഖിനെ വിളിച്ചിട്ട് പറയുകയാണ്, വൈശാഖ് നാളെ തൊട്ട് നിങ്ങൾ എൻ്റെ കൂടെ ഈ SIR പ്രവർത്തനങ്ങൾക്ക് വരേണ്ടതില്ല, വന്നു കഴിഞ്ഞാൽ CPM-കാർ തടയുമെന്നാണ് പറയുന്നത്, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വൈശാഖിനോട് അനീഷ് ജോർജ് പറയുകയാണ്. അതേസമയം വൈശാഖ് പറയുന്നുണ്ട്, നിങ്ങൾ അത്തരത്തിൽ എന്തെങ്കിലും ഭീഷണിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി നൽകൂ എന്ന് പറയുന്നുണ്ട്. സ്വതവേ അന്തർമുഖനായ അനീഷ് ജോർജ് മറ്റ് പരാതികളോ തുടർ നടപടികളോ നൽകാൻ ഭയപ്പെട്ടിരുന്നു. അതിൻ്റെ ഒരു സമ്മർദ്ദം തന്നെയാകാം ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചെന്നൊരു ആരോപണം തന്നെയാണ് ഇപ്പോൾ BJP-യും അതുപോലെ തന്നെ കോൺഗ്രസും ഉന്നയിക്കുന്നത്. വലിയ SIR-നെതിരെ അനീഷ് ജോർജിന്റെ മരണം ആയുധമാക്കാൻ ഇറങ്ങി പുറപ്പെട്ട CPM-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും കണ്ണൂർ ജില്ലയിലും സംസ്ഥാനത്ത് ഒട്ടാകെ ഈ SIR പ്രവർത്തനങ്ങൾ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ മുഖത്ത് കരിവാരിത്തേക്കാനുള്ള ശ്രമം തന്നെയാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതെല്ലാം പൊളിഞ്ഞു വീഴുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്നുണ്ടായത്.